KSRTC ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കും നോട്ടീസ്. നന്നായി കണക്റ്റായി പോയി. അവർക്ക് അങ്ങനെ തന്നെ വരണം. കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്നവരുടെ കഞ്ഞി പാറ്റയിടാൻ വന്നവർക്ക് പറക്കോട്ട് ഭഗവതി കൊടുത്ത ശിക്ഷയാ. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ഡ്രൈവർ യദു നൽകിയ പരാതിയിലാണ് ഇരുവർക്കും നോട്ടീസ്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഇവർക്ക് മാത്രമല്ല, സച്ചിൻ ദേവിന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് കൂടി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് 3 പേർക്കാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുള്ളത്. നീ വലിയ ഗുണ്ടല്ലേ, എന്നിട്ട് എന്താ പ്രതികരിക്കാഞ്ഞേ? അനിയ 2 കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. സച്ചിൻ ദേവിന്റെ സഹോദരന്റെ ബന്ധുവിനെ മാത്രമാണ് ഇതിൽ പ്രതി ചേർത്തിരുന്നത്. കൂടി ഒപ്പിച്ച കുലുമാലിന്ന് എങ്ങനെയാ തടി ഉരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. യദു നൽകിയ സ്വകാര്യ ഹർജി പരിഗണിച്ചാണ് കൃത്യമായി തന്നെ കോടതി 3 നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ വല്ല കേസാണ് സാറേ? സാർ, ഇതൊന്നും കേസല്ല നാജുമണി പറയുന്നത്. അടുത്ത മാസം 21-ാം തീയതി നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ കോടതിയിൽ ഇതിനുള്ള മറുപടി നൽകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. എന്റെ ഒരു വാദത്തിനും ന്യായമില്ല. ഒരു പുരുഷനെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റമാണ് താൻ കാണിച്ചത്. അതിനുശേഷം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ആര്യയും അതോടൊപ്പം തന്നെ സച്ചിൻ ദേവിനും ബോധപൂർവ്വം ഒഴിവാക്കി എന്നുള്ളതായിരുന്നു യദുവിന്റെ ആക്ഷേപം. നീ ആരാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ, തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ആ ആക്ഷേപം ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ കോടതി ഇവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. ഓക്കെ. KSRTC ബസ്സിന് മുന്നിൽ നിർത്തി ഡ്രൈവറെ ആക്രമിച്ചു എന്നുള്ള പരാതി നിലനിൽക്കുന്നത് വലിയ വിവാദമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാലും എന്റെ കർത്താവേ, നീ എനിക്ക് വീട്ടിന് പകർത്തുന്നത് കുരിശാണല്ലോ. പോലീസ് അടിയന്മാരെ ചുവന്നോളൂ.